ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഡാനി, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ ഇപ്പോൾ ടോമിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് കോടതി കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നതിന്റെ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ടോം. അഭിലാഷ്, അല്പസമയം മുമ്പാണ് ഏവരും ഉറ്റുനോക്കിയ ഈ നടിയാക്രമണ കേസിലെ വിധി വന്നത്. അതായത് ദിലീപ് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. മറ്റ് 6 പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CM പ്രകാശ് ചേരുന്നുണ്ട്. സ്വാഭാവികമായും ഏവരുടെയും മലയാളികൾ കഴിഞ്ഞ 8-8.5 വർഷമായി നോക്കിയിരുന്നത് ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനാകുമോ, ഈ ഒരു വിധി കേൾക്കാൻ വേണ്ടി. പക്ഷെ ദിലീപിന്റെ ആരാധകരുടെ വലിയൊരു കൂട്ടം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. വലിയ ആഘോഷത്തോടുകൂടി ദിലീപിനെ എതിരേൽക്കുന്നു. അതിനുശേഷം ദിലീപ് പറയുന്നു തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്. അത്തരം ഒരു പ്രതികരണമാണ് ദിലീപിന്റെ ഭാഗത്തുണ്ടായത്. യഥാർത്ഥത്തിൽ ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ടോം, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളം, മലയാള മനസാക്ഷി എല്ലാം മലയാളികളെല്ലാം ഉറ്റുനോക്കിയത് ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനാകുമോ എന്ന് മാത്രമായിരുന്നു. ദിലീപിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അതായത് ഇന്നു മുതൽ വിചാരണ കോടതി, സെഷൻസ് കോടതിയുടെ ഉത്തരവ് പ്രകാരം അദ്ദേഹത്തിന് സ്വതന്ത്രനാവാം. ഇനി സ്വാഭാവികമായും ഇരയോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ ഹൈക്കോടതിയോ അപ്പീൽ നൽകുന്നതുവരെ ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയും. എന്തായാലും 120B ഗൂഢാലോചനയിൽ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിന്റെ പങ്കാളിത്തം പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി പ്രധാനമായും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. 376 അതായത് കൂട്ടബലാത്സംഗം 376D അടക്കമുള്ള വകുപ്പുകൾ 1 മുതൽ മറ്റ് പ്രതികൾക്ക് 6 വരെയുള്ള പ്രതികൾക്ക്, അതുപോലെ 354 ഡിസ്ട്രോയിഡ് ദ മോഡസ്റ്റി ഓഫ് ദ വിമൻ, സ്ത്രീത്വത്തിന്റെ അപമാനിക്കൽ, മാനഭംഗപ്പെടുത്തൽ അടക്കമുള്ള അപകീർത്തിപ്പെടുത്തൽ അടക്കമുള്ള കുറ്റങ്ങൾ 1 മുതൽ 6 വരെ പ്രതികൾക്ക് എതിരെ നിലനിൽക്കും എന്നും വ്യക്തമാക്കി. ആ 1 മുതൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ അവരുടെ ജാമ്യം ഇന്ന് റദ്ദാക്കി. അവർ ഇന്ന് അല്പസമയത്തിനകം അവർ വീണ്ടും ജയിലിലേക്ക് പോകേണ്ട സാഹചര്യവും സംജാതമായിരിക്കുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരൊഴികെ ബാക്കി, അതായത് ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റു 4 പേരെയും വെറുതെ വിട്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അവർക്കെതിരെ ഉണ്ടായിരുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് ഗൂഢാലോചനയിൽ അവരുടെ പങ്കാളിത്തമാണ്. 7-8 പ്രതികൾ, ഒപ്പം തന്നെ 7-8-9 പ്രതികളും പിന്നെ 15ാം പ്രതി ശരത്ത് എന്നിവരുൾപ്പെടെയുള്ളവർക്കാണ് അവരെയാണ് അക്യൂട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ കുറ്റത്തിൽ നിന്നും അവരെ അക്യൂട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വിധിയുടെ പൂർണ്ണ രൂപം പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ക്രിമിനൽ കോൺസ്പിറസി, അതായത് 120B ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റമാണ് നിലനിന്നത്. ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ, IT ആക്ടിലെ തെളിവ് നശിപ്പിക്കലും ഉണ്ടായിരുന്നു. അതായത് മെമ്മറി ഹാഷ് വാല്യൂ, അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള കുറ്റകൃത്യം, ഒപ്പം ഗൂഢാലോചന. ഈ പ്രോസിക്യൂഷന്റെ കേസ് തന്നെ ഒന്നിലധികം തവണ 1ാം പ്രതി പൾസർ സുനി എന്ന് വിളിക്കുന്ന പൾസർ സുനിയുമായി 8ാം പ്രതി ദിലീപ് ഗൂഢാലോചന നടത്തിയിരുന്നു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ദിലീപിനെ പൂർണ്ണമായും സ്വതന്ത്രമാക്കിയിട്ടുള്ളത്. കൃത്യം 11 മണിക്ക് തന്നെ കോടതി കയറുകയും ആദ്യം തന്നെ ഈ കോടതി ഇതിന്റെ ജഡ്ജ്മെന്റ് വായിക്കുകയും ചെയ്തു. അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരുടെ വലിയ കൂട്ടം, അതായത് പോലീസ് അടക്കമുള്ളവരുടെ വലിയ കൂട്ടം കോടതിക്കകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതികളുടെ കൂട്ടിലേക്ക് കയറാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് അഭിഭാഷകരോടും മറ്റുള്ളവരോടും മാറി നിൽക്കാൻ പറഞ്ഞ ശേഷമാണ് പ്രതികളെ കൂട്ടിലേക്ക് കയറ്റിയത്. അതിനുശേഷം പ്രതികൾ ചെയ്ത കുറ്റങ്ങൾ ജഡ്ജി വായിച്ചു കേൾപ്പിച്ചു. ആദ്യം തന്നെ അവർക്കെതിരായിട്ടുള്ള ഒഫൻസ് വായിച്ചു കേൾപ്പിച്ചു. അതിൽ ഗിൽറ്റി ആയിട്ടുള്ളവരും ഫൗണ്ട് ഗിൽറ്റി ആയിട്ടുള്ളവരും നോട്ട് ഗിൽറ്റി ആയിട്ടുള്ള ആളുകളെ എടുത്തു പറയുകയും 1 മുതൽ 6 വരെ പ്രതികൾക്ക് ശിക്ഷ അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും വരുന്ന 12ാം തീയതി ഈ 1 മുതൽ 6 വരെയുള്ള കുറ്റവാളികളുടെ ശിക്ഷ കാലാവധി അത് പ്രഖ്യാപിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 376D കൂട്ടബലാത്സംഗം ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ഒഫൻസ്. അതുകൊണ്ട് തന്നെ പരമാവധി ഏറ്റവും മിനിമം 20 വർഷവും പരമാവധി ജീവപര്യന്തവുമാണ് ഈ 1 മുതൽ 6 വരെ പ്രതികൾക്ക് ലഭിക്കേണ്ടത്. അത് 12ാം തീയതി അറിയാൻ കഴിയും ഈ 6 പ്രതികൾക്കും ജീവപര്യന്തമാണോ അതോ മിനിമം ആയിട്ടുള്ള 20 വർഷം തടവാണോ ഉണ്ടാവുകയെന്ന്. ഈ വിധി മറ്റ് പ്രതികളുടെ അടക്കമുള്ള കുറ്റം വായിക്കുന്ന സമയത്ത് മുഴുവൻ ദിലീപ് പ്രതിക്കൂട്ടിൽ കണ്ണടച്ച് ഏകാഗ്രനായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് ദിലീപ് ഈ വിധിക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ പ്രതികരിച്ചൊരു കാര്യമുണ്ട്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന എന്ന പ്രസ്താവന, അത്തരമൊരു ആരോപണം ആദ്യം ഉന്നയിച്ചത് മഞ്ജുവാണ്. അതായത് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരാണെന്ന്. അവിടെ നിന്നാണ് തുടങ്ങുന്നത് ദിലീപിലേക്ക് സംശയ മുന നീളുന്നത്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കുക എന്ന് പറഞ്ഞാൽ
അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവിടെ ശാസ്ത്രീയ തെളിവില്ല, സാഹചര്യ തെളിവുകൾ മാത്രമാണ് സാക്ഷി. പക്ഷെ അതിനിടെ പല രീതിയിലുള്ള സംഭവവികാസങ്ങൾ, സാക്ഷികളുടെ കൂറുമാറ്റം ഉൾപ്പെടെ ഉണ്ടായി. അത് ദിലീപ് വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, ദിലീപ് അത്തരം സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ തന്നെ ആരോപണം ഉയർന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാം, മറ്റ് നിയമപരമായ പല രീതിയിലുള്ള സ്വാധീനങ്ങളും ദിലീപ് ചെലുത്താമെന്നൊക്കെ. പക്ഷേ അവിടെ നിയമത്തിന്റെ പരിധിയിൽ നോക്കുമ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല. കാരണം ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുന്നു. പക്ഷേ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് താങ്കൾ നേരത്തെ നമ്മൾ ഈ വിധി വരുന്നതിന് മുൻപ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇതിന്റെ നിയമ പോരാട്ടം ഇന്നോ നാളെ കൊണ്ട് അവസാനിക്കില്ല, തുടർന്നും ഉണ്ടാകും. സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാമല്ലേ? സ്വാഭാവികമായി ഇന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറോ അല്ലെങ്കിൽ ഇരയുടെ അഭിഭാഷകയോ ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്നതിന് ശേഷം പ്രതികരിച്ച് കണ്ടില്ല. സ്വാഭാവികമായും ഇരയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അടക്കമുള്ളവർ ഈ മറ്റു പ്രതികളെ 6 പ്രതികൾ ഒഴികെ മറ്റ് പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെതിരായി സ്വാഭാവികമായും മേൽക്കോടതിയിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള സാഹചര്യം ഉണ്ട്. എന്തായാലും ശിക്ഷാവിധി വന്നതിന് ശേഷം 12-ാം തീയതി ശിക്ഷാവിധി വന്നതിന് ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. ടോം ഇപ്പോൾ സൂചിപ്പിച്ച മറ്റു കാര്യങ്ങൾ, അതായത് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഈ വിവര സാങ്കേതിക വിദ്യ, സൈബർ ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരം കോൺസ്പിറസി എല്ലാം വളരെ പ്രധാനപ്പെട്ട എവിഡൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിധി വന്ന ശേഷം ദിലീപ് 8-ാം പ്രതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തന്റെ ആദ്യ ഭാര്യ മഞ്ജു ആണ് ഈ ഗൂഢാലോചനയുടെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ആദ്യം വെളിപ്പെടുത്തുന്നത്. അത് ആ വേദിയിൽ ദിലീപ് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നടിയെ ആക്രമിച്ച ശേഷം കൊച്ചിയിൽ നടന്ന ഒരു പൊതു ചടങ്ങിലാണ് ഈ നടിക്കൊപ്പം എന്ന ഒരു ഹാഷ്ടാഗിൽ അന്ന് നടന്ന ആ കൂട്ടായ്മയിലാണ് മഞ്ജു വാര്യർ നടി ഇത്തരത്തിലൊരു ഗൂഢാലോചന ഉണ്ട് എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ കേസിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടാവുകയും ആ വേദിയിൽ ദിലീപ് ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പൾസർ സുനി അകത്താകുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 8-ാം പ്രതി ദിലീപ് കസ്റ്റഡിയിലാകുന്നു. ദിലീപ് ഏതാണ്ട് 87 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ട സാഹചര്യം വരുന്നു. ഏതായാലും ഈ ഗൂഢാലോചന സംശയത്തിനതീതമായി തെളിയിക്കപ്പെടാൻ, അതായത് ഒപ്പം തന്നെ വേണ്ടത്ര തെളിവുകൾ ഗൂഢാലോചനയിൽ പങ്കാളിയായി ദിലീപ് അടക്കമുള്ളവർ എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം പരിശോധിക്കാൻ. മറ്റ് ഊഹാപോഹങ്ങളും മറ്റ് സംഭവങ്ങളെല്ലാം കോടതിക്കും കേസിനും പുറത്തുള്ള കാര്യങ്ങളാണ്. അതൊരു പക്ഷേ ഒരു പരിധി വരെയോ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലോ കോടതിയെ സ്വാധീനിക്കുകയോ കോടതിയുടെ ഈ വിധിന്യായത്തിൽ പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതെല്ലാം കെട്ടുകഴിവുകളും ഒപ്പം തന്നെ ദുരൂഹതകളും ഒപ്പം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റു തരത്തിൽ ഒരു സാങ്കല്പികമായിട്ടുള്ള കഥമനയിലുമാണ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ആസ്പദമായ കാര്യങ്ങളിൽ 1-ാം പ്രതി അടക്കമുള്ളവരുമായി ഗൂഢാലോചന ഉണ്ടായി എന്നത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ഇത്ര ദീർഘമായി നടന്ന വിചാരണ വേളയിൽ സാധ്യമായില്ല എന്നതാണ്. ഒരു പൊതുബോധമല്ല നമ്മുടെ നിയമപരമായി നോക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. കാരണം ദിലീപ് എനിക്ക് തോന്നുന്നു ഇറങ്ങിയപ്പോൾ ചില ആളുകൾ പ്രതികരിച്ച് കണ്ടു. ദിലീപിനെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ ദിലീപിന് കോടതി അനുകൂലമായി വിധി പറഞ്ഞു, ദിലീപ് കോടതിയെ സ്വാധീനിച്ചതൊക്കെ ചില ആളുകൾ വേണമെങ്കിൽ പ്രതികരിക്കാം. പക്ഷെ ഇവിടെ നിയമം എടുത്തു നോക്കുമ്പോൾ ദിലീപിനെതിരെ തെളിവുകൾ വേണം. ഗൂഢാലോചനയാണെങ്കിൽ കൃത്യമായ തെളിവ്. കാരണം ഈ കാലഘട്ടത്തിൽ താങ്കൾ സൂചിപ്പിച്ചു ഡിജിറ്റൽ തെളിവുകൾ പ്രധാനപ്പെട്ട ഘടകമാണ്. അത്തരമൊരു തെളിവുകൾ ഒരുപക്ഷെ പ്രോസിക്യൂഷൻ സമർപ്പിക്കാൻ കഴിയുന്നില്ലായിരിക്കും അല്ലേ? യഥാർത്ഥത്തിൽ ദിലീപിനെതിരെ അവർ കണ്ടെത്തിയ ഈ പ്രോസിക്യൂഷന് കണ്ടെത്താൻ കഴിഞ്ഞ തെളിവുകൾ എന്തൊക്കെയായിരുന്നു? ഇതിൽ IT ആക്ട് 67-ഉം 66-ഉം അടക്കമുള്ള ഒഫൻസുകൾ വന്നിരുന്നു. IPCയിലെ 376-ഉം 354, 120B അടക്കമുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ IT ആക്ടിലെ 67-6ഉം അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിരുന്നു. അത് ഗൂഢാലോചനയും ഒപ്പം തന്നെ ഇതിൽ ഈ കുറ്റബലാത്സംഗത്തിനൊപ്പം തന്നെ ഈ വീഡിയോയിൽ ദൃശ്യങ്ങൾ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റം കൂടി 1-ാം പ്രതി അടക്കമുള്ള ആളുകൾക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ടോം പറഞ്ഞു, ഇവിടെ മറ്റു പൊതുബോധം, സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചിന്താഗതി, അതിനപ്പുറം ഈ നമ്മുടെ നിയമസംഹിതയുടെ ഒരു പിൻബലം എന്ന് പറയുന്നത് തന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യയിലെ നിയമ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ സംശയത്തിനതീതമായി വ്യക്തമായ തെളിവില്ലാതെ ഒരു പ്രതിയെയും ശിക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ വിചാരണ കോടതി ഇത്ര സവിസ്തരം, ഇത്ര വർഷങ്ങൾ നീണ്ട്, ഇത്ര ദിവസങ്ങൾ നീണ്ട്, ഏതാണ്ട് 100 ദിവസത്തോളമാണ് ദിലീപിനെ മാത്രം ചോദ്യം ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം വളരെ വിശദമായി തന്നെ തെളിവുകൾ ശേഖരിക്കുകയും തെളിവുകൾ പരിശോധിക്കുകയും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഈ വിധി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ സുദീർഘമായ വിചാരണ നടപടികൾ ആണ് നടന്നത്. ഇപ്പോൾ
നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി 12-ാം തീയതിയാണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ എന്നറിയാൻ സാധിക്കും. പക്ഷേ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമാകുന്ന ഒരു വിധി. ദിലീപ് ഇതാ ആ വിധി പ്രസ്താവം കേട്ടതിന് ശേഷം കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉള്ള ദൃശ്യങ്ങൾ ആണിത്. അങ്ങേറ്റം ആത്മവിശ്വാസത്തോടു കൂടിയാണ് കൈ തൊഴുതുകൊണ്ട് കൈകൂപ്പിക്കൊണ്ടാണ് കോടതിയുടെ വരാന്തയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആരാധക ബന്ധത്തിന്റെ ആർപ്പുവിളികൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു, മുദ്രാവാക്യം വിളികളടക്കം കേൾക്കാൻ സാധിക്കുന്നു. കൈകൂപ്പി പുറത്തേക്ക് വന്ന ദിലീപ് പിന്നീട് കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നു. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോഴാകട്ടെ പോലീസ് സംവിധാനങ്ങളെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയത്. തനിക്കെതിരെ കൃത്യമായ ഗൂഢാലോചന നടന്നുവെന്നും ഈ കേസിലെ യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെ ആയിരുന്നുവെന്നുമുള്ളതായിരുന്നു ദിലീപിന്റെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല, ഞാനൊന്ന് 1 വർഷം ഒന്ന് താഴ്ത്തി പിടിക്കും മൈക്ക്. ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എൻ്റെ കോളേജ് മേറ്റ്, എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്